പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പഴക്കമുള്ള കോട്ട, ചരിത്ര പ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ കോട്ട. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടിക്കറ്റ് ടൈം. 25 രൂപയാണ് ഒരു വ്യക്തിക്ക് ഈടാക്കുന്നത്. കോട്ടയ്ക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന ഇടമാണുള്ളത്. വേനൽക്കാലത്ത് പോലും ഇവ വെള്ളം വറ്റിയതായി കണ്ടിട്ടില്ല. കോട്ടയ്ക്കുള്ളിലെ ഹനുമാൻ ക്ഷേത്രം വരെ ടിക്കറ്റ് ഇല്ലാതെ പോകാം. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ മനോഹരമായ ഒരു ഗേറ്റുണ്ട്. ഈ ഹനുമാൻ ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രത്തിലൊന്നാണ്. ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞ് കോട്ട പ്രവേശനത്തിനായി ടിക്കറ്റ് കാണിക്കണം. 1776 പാലക്കാട് പിടിച്ചടക്കിയ ശേഷം ഹൈദരാലി പുതുക്കി പണിതു. ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്ന് ഇത് പിടിച്ചടക്കി. പണ്ട് കാലത്ത് ഇത് സബ് ജയിലായിരുന്നു. എന്നാൽ പിന്നീട് സബ് ജയിൽ ഇവിടെ നിന്നും മാറ്റി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസായും ഇത് പ്രവർത്തിക്കുന്നു. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത വിശാലമായ മരങ്ങളാണ്. വേനൽക്കാലത്തും ഇവ തണലും തണുപ്പും നൽകുന്നു. വളരെ മനോഹരമായ വിശാലതയും ശാന്തതയും നൽകുന്ന കോട്ട. എന്നാൽ ചരിത്രത്തെക്കാളും കെട്ടുകഥകളാണ് ഈ കോട്ടയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഇത് കുറച്ചുകാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലും കുറച്ചുകാലം ഹൈദരാലിയുടെ കയ്യിലുമായിരുന്നു ഈ കോട്ട. ഈ കോട്ടയ്ക്ക് ചുറ്റും വൻ മതിലുകളാണുള്ളത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രതിരോധമാണിവ. ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തടയാനായി പണ്ട് ഈ ചരൽക്കുളങ്ങളിൽ മുതലകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ധാരാളം മീനുകളും ആമകളുമാണ് കണ്ടുവരുന്നത്. ഈ കോട്ടയെപ്പറ്റി ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ നിന്നും മൈസൂരിലേക്ക് രഹസ്യ തുരങ്ക പാതയുണ്ടെന്ന്. എന്നാൽ ഈ തുരങ്കപാതയുടെ ഒരു തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ മനോഹരമായ കോട്ട കണ്ടിരിക്കേണ്ട ഒരു കോട്ട തന്നെയാണ്. വളരെ കാലമായിട്ടും ഈ കോട്ട അതിമനോഹരമായി സംരക്ഷിച്ചു പോരുന്നത് ഇന്ത്യയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്.